ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ഈത്തപ്പഴം കേക്കിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ നൈബറും എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സെല്ലാം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ടോ, ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈത്തപ്പഴം ബാക്കിയുണ്ട്, അപ്പോൾ അതിനെ കൊണ്ടൊരു കേക്ക് കൂടി ഉണ്ടാക്കാം, എന്താ പറയുക, നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു 10-18 ഈത്തപ്പഴമുണ്ട്, അത് തുറന്ന് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഉള്ളെല്ലാം നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ മിക്സിയിൽ പെട്ടെന്ന് അരഞ്ഞും കിട്ടും. ഇനിയിപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര, ശരിക്കും 1 കപ്പിന് വേണം കേട്ടോ. ആ ഒരു മൈദയും മുട്ടയെല്ലാം വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഒന്ന് മധുരം ബാലൻസ് ചെയ്യണ്ടേ, അപ്പോൾ അതെന്തായാലും കൂടിപ്പോകുന്നില്ല. പിന്നെ ഇതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ശരിക്കും ഇത് നല്ല ഭയങ്കര ഈസി ആയിട്ടുള്ള ഓവനും ബീറ്ററും എന്താ പറയുക ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാക്കാം. അങ്ങനെ 4 മുട്ടയും ഒഴിച്ചതിന് ശേഷം നമ്മൾ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് ഓയിൽ, ഏതെങ്കിലും എന്താ പറയുക സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അത് മതി, ബട്ടറൊന്നും വേണമെന്നില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ താഴെ എന്താ പറയുക ഒരു പിഞ്ച് മതി ഉപ്പ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല എന്താ പറയുക ഇടുന്നുണ്ട്. അത് ഒരിക്കലും നിർബന്ധമേ ഇല്ല, അങ്ങനെ നിങ്ങൾ ഇടണമെന്നില്ല. ഞാൻ വെറുതെ ഒരു എന്താ പറയുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ഇത്തിരി ഡാർക്കാനൊക്കെ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അങ്ങനെ അത് ഇട്ടിട്ടില്ലെങ്കിലും നല്ല എന്താ പറയുക ടേസ്റ്റ് തന്നെയാണ് ഈ കേക്ക്. അപ്പോൾ ഇത് അതും കൂടെ ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് പിന്നെ അടിച്ചെടുക്കാം. ഈത്തപ്പഴമെല്ലാം നന്നായിട്ട് അടിയണം. അപ്പോൾ ഇതാ ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ചെമ്പിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാം ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഒഴിക്കാം. ഇനിയിത് ചെറിയ തീയിൽ ശരിക്കും ഇതൊരു 1 മണിക്കൂറും 10 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കായി വരാൻ. എന്തായാലും ഒരു മാക്സിമം ഒരു 1 അവർ എന്തായാലും വേണം. എല്ലാം ഇതിലേക്ക് ഒഴിച്ചിട്ട് വളരെ ചെറിയ തീയിൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നട്ട്സും ബദാമെല്ലാം മേലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം, നട്ട്സ് ഫ്രൈ ആക്കിയിട്ടോ അല്ലാണ്ടും എല്ലാം. അപ്പോൾ ഞാനിത് കുറച്ച് നട്ട്സ് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ച പാടല്ല, കുറച്ചൊന്ന് സെറ്റ് ആവില്ലേ, അപ്പോൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇതെനിക്ക് എൻ്റെ പെങ്ങൾ പറഞ്ഞു തന്നതാണ്. ഞാൻ മുമ്പൊരു ഈത്തപ്പഴം കേക്ക് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിന്, ആ ഒരു ബീറ്ററും മറ്റേ ഓവനിലെല്ലാം വെച്ചിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ അത്ര പണിയൊന്നുമില്ല, ഇങ്ങനെ നീ ചെയ്ത് നോക്ക്, എല്ലാവരും മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചാൽ മതി, അടിപൊളി കേക്ക് റെഡിയാക്കാം. ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും സൂപ്പറായിരുന്നു ഈ കേക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂറും 10 മിനിറ്റും എടുത്ത് ഇതൊന്ന് കുക്കായി വരാൻ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് എന്താ പറയുക കുത്തി നോക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് തിരിച്ചിടട്ടെ. ഭയങ്കര ഈസിയാണ് ശരിക്കും. എന്താ പറയുക ഗസ്റ്റെല്ലാം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈത്തപ്പഴം മാത്രമല്ല ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനം തന്നെയായിരിക്കും. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പഞ്ഞി പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതെന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.